അപ്പോൾ ഇത് നമ്മളുടെ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത കാന്താരി പഴുത്തതാണ് കേട്ടോ. ഇത് അതുപോലെ ഒരു ബ്ലൂ കളറുള്ള ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അത് പഴുത്തതാണ്. അപ്പോൾ നമ്മളിന്ന് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ പോകണം. ഞാനത് പറിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതിലൊരു 50 പീസോളം കാശ്മീരി, ചെറുതും വലുതുമായിട്ട് ഒരു 50 പീസോളം കാശ്മീരി ചില്ലി ഉണ്ട് കേട്ടോ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ എരിവുള്ള മുളക്, നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മുളകാണ്. ഇതൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു 5-6 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ കാമ്പ് നുള്ളിക്കളയാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കാമ്പ് നുള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് മൊത്തം പുറത്ത് ചാടിപ്പോവും. അപ്പോൾ നമ്മളിത് മുളകൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാന്താരിയും പഴുത്ത മുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന നല്ല എരിവുള്ള മുളകും കൂടെ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേവണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് വിനീഗറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മുളക് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കുറച്ച് വൈറ്റ് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല പോലെ മുളകൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മുളക് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് നല്ല പോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിത് ഈ മുളകൊക്കെ ഇതിൽ നിന്ന് എടുത്ത് നമ്മളൊരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ മുളകിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ കാമ്പൊക്കെ ഒന്ന് നുള്ളിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് ആറി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ കാമ്പൊക്കെ കിള്ളിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, മുളകൊക്കെ നന്നായിട്ട് തണുത്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അത് അരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു 4-5 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരൊറ്റ ട്രിപ്പിന് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അരയ്ക്കാം, ഇല്ലെങ്കിൽ നമ്മൾ 2 ട്രിപ്പായിട്ട് അരയ്ക്കേണ്ടി വരും. ഇത് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ബാക്കി കൂടെ ഇതിലേക്ക് ചേർത്ത് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒതുക്കിയതിന് ശേഷം ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കാം നമുക്ക് ആദ്യം. നമ്മൾ കുറച്ച് മുളകെടുത്ത് നമ്മളിത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നിച്ച് തന്നെ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഒരു 1-2 ടീസ്പൂണ് വൈറ്റ് വിനീഗർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് അരച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചില്ലി പേസ്റ്റ് ഒരു 5-6 മാസം വരെ നമുക്ക് കേടുകൂടാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാക്കി കൂടെ മുളക് നമ്മൾ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചില്ലി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ അരച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതിലിപ്പോൾ അവിടെ ഒരു സീഡൊക്കെ കാണുന്നുണ്ട്, എന്നാലും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിലോ
എന്നിട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 5 മാസം വരെ നല്ല ഫ്രഷ്നെസ്സോട് കൂടെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റോർ ചെയ്ത് നല്ല എന്താ പറയുക, വെറൈറ്റി റൈസിനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കറികൾക്ക്, ചിക്കൻ കറിക്ക് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിലിപ്പോൾ നമ്മൾ ഗാർലിക്കൊക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് വെള്ളമല്ല, അതിന് പകരം ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ നാളിത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. മാത്രമല്ല വിനീഗറും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ കേടുവരില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുളകൊക്കെ ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു റൈസ്, ഒരു വെറൈറ്റി, ഒരു ഷെസ്വാൻ റൈസ് അതുപോലെ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.